ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കയീനും ഹാബേലും എന്ന സഹോദരന്മാരുടെ കഥയിലൂടെ സഞ്ചരിച്ചു. അസൂയ എങ്ങനെ ഒരു ഹൃദയത്തെ കീഴടക്കിയെന്നും പാപം എങ്ങനെ മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കുന്നുവെന്നും നാം മനസ്സിലാക്കി. ഇന്ന് നാം ഉൽപ്പത്തി 5-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നോക്കുമ്പോൾ ഈ അധ്യായം പേരുകളും പ്രായങ്ങളും തലമുറകളെയും പറയുന്ന ഒരു പട്ടിക പോലെ തോന്നാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. എന്നാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ ആദാമിൻ്റെ തലമുറകളെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ആദമിന് ഒരു മകൻ ജനിച്ചു. അങ്ങനെ തലമുറകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം, കയീന്റെ ഭാര്യ എവിടെ നിന്ന് വന്നു? ഇതിൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ആദമിനും ഹവ്വയ്ക്കും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. കയീന്റെ ഭാര്യ അതിൽ നിന്ന് ഒരാളായിരുന്നുവെന്ന് നാം ക്രിസ്തീയ വ്യാഖ്യാനത്തിൽ കാണുന്നു. ഉൽപ്പത്തി 4:17 കയീന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവളുടെ പേര് എന്താണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് കയീന്റെ ഭാര്യ ആദാമിൻ്റെയും ഹവ്വയുടെയും കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് മോശയുടെ നിയമത്തിൽ അടുത്തുള്ള ബന്ധുക്കളുമായുള്ള വിവാഹത്തിന് വിലക്കുകൾ വന്നു. എന്നാൽ ആദിമ മനുഷ്യരുടെ തലമുറകൾക്ക് ഈ വിലക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാം. ഇങ്ങനെ തലമുറകൾ ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ട് നീങ്ങുന്നു. തലമുറകൾ മാറുന്നു, പേരുകൾ മാറുന്നു. ഇങ്ങനെ ജനനവും ജീവിതവും മരണവുമായി വർഷങ്ങൾ കടന്നു പോകുന്നു. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നു. ആ കാലത്തെ മനുഷ്യർ വളരെ ദീർഘകാലം ജീവിച്ചിരുന്നതായി കാണുന്നു. എന്നാൽ അവസാനം ഒരു സത്യം അവരെ കാത്തിരുന്നു. അതാണ് മരണം. നമുക്ക് എത്ര വർഷം ജീവിച്ചു എന്നതാണോ പ്രധാനം, അതോ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണോ? ജീവിതത്തിന്റെ ദൈർഘ്യം നമ്മുടെ കയ്യിലല്ല. എന്നാൽ ജീവിതത്തിന്റെ ദിശ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാൻ സാധിക്കും. ഈ അധ്യായത്തിൽ ഒരു വ്യക്തിയുടെ പേര് പ്രധാനമായും ശ്രദ്ധയിൽപ്പെടുന്നു. അതാണ് ഹാനോക്ക്. മറ്റുള്ളവരുടെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ വീണ്ടും വീണ്ടും നാം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അവൻ മരിച്ചു. എന്നാൽ ഹാനോക്കിനെ പറ്റി ബൈബിളിൽ പറയുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് കാണാം. എത്ര മനോഹരമായ വാക്കുകൾ! ഹാനോക്ക് ഒരർത്ഥവുമില്ലാതെ ജീവിക്കുകയായിരുന്നില്ല. അവൻ ദൈവത്തോടുകൂടെ നടന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷത അവൻ എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല, അവൻ ആരോടൊപ്പം നടന്നു എന്നതാണ്. ഇതാണ് ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ ഹൃദയസ്പർശിയായ സന്ദേശം. ദൈവത്തോടുകൂടെ നടക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ദൈവത്തെക്കുറിച്ച് അറിവ് നേടുക മാത്രമല്ല, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അവൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുക, അവനിൽ വിശ്വസിക്കുക, ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ദൈവത്തെ മുൻപിൽ വയ്ക്കുക, ദൈവത്തോടൊപ്പം നടക്കുക. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം കാണാം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. പിന്നെ അവനെ കാണാതായി. കാരണം ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. മറ്റുള്ളവരുടെ ജീവിതം മരിച്ചു എന്ന വാക്കിൽ അവസാനിക്കുമ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തിൽ മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും വലിയൊരു മാതൃകയാണ്. ഈ അധ്യായത്തിന്റെ അവസാനം നാം നോഹയെ കാണുന്നു. നോഹയുടെ പിതാവ് ലാമെക്ക് തന്റെ മകന് നോഹ എന്ന പേരിട്ടു. നോഹ എന്ന പേര് ആശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ പാപവും ദുഃഖവും നിറഞ്ഞ ഒരു ലോകത്തിനിടയിൽ ദൈവം ഒരു പുതിയ അധ്യായത്തിനായി ഒരാളെ ഒരുക്കുകയായിരുന്നു. അടുത്തതായി നാം കാണാൻ പോകുന്നത് നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അത് ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. നോഹയും
പെട്ടകവും മഹാപ്രളയവും. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ നമ്മോട് പറയുന്നു. 1, നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. 2, നമ്മുടെ ജീവിതം ദൈവത്തോടുകൂടി നടക്കുന്നതായിരിക്കണം. നാളെ നമ്മെക്കുറിച്ച് ആളുകൾ എന്ത് ഓർക്കും? നമ്മുടെ സമ്പത്തോ, നമ്മുടെ പ്രശസ്തിയോ, നമ്മുടെ വിജയമോ, അതോ നാം ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമോ? നമുക്ക് ഒരു പുതിയ തീരുമാനമെടുക്കാം. കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞാൻ അങ്ങയോടുകൂടെ നടക്കും. ജീവിതം എത്ര നീണ്ടതാണെന്നല്ല, നാം ആരോടുകൂടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ നാം ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്ക് കടക്കും. മനുഷ്യന്റെ പാപം ഭൂമിയിൽ വർദ്ധിക്കുന്നു. എന്നാൽ അതിനിടയിൽ ബൈബിളിൽ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആരാണ് നോഹ? എന്തുകൊണ്ടാണ് യഹോവ നോഹയെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് പെട്ടകം നിർമ്മിക്കുവാൻ നോഹയോട് യഹോവ കൽപ്പിച്ചത്? ഈ വിഷയങ്ങളൊക്കെയും നമുക്ക് അടുത്ത യാത്രയിൽ കണ്ടെത്താം. ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.